സാറ് പി.സി. ജോർജിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്നലെയും അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പി.സി. ജോർജിനെ വലിയ രീതിയിൽ തന്നെ വിമർശിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: പി.സി. ജോർജിന്റെ ലവ് ജിഹാദ് പരാമർശം ബി.ജെ.പിയെ സുഖിപ്പിക്കാൻ വേണ്ടിയാണ്. അതോടൊപ്പം തന്നെ ഈഴവരെ തെണ്ടികളെന്ന് ഒരു കാലത്ത് വിളിച്ച ആളാണ് പി.സി. ജോർജ് എന്നും ആർക്കും വേണ്ടാത്തവർ അടിഞ്ഞുകൂടുന്ന സ്ഥലമാണ് ബി.ജെ.പി എന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ ഉദ്ദേശം എന്താണ്? വെള്ളാപ്പള്ളി നടേശനും പി.സി. ജോർജും ഒക്കെ എല്ലാം തുറന്നടിച്ച് പറയുന്നവരാണ്. താൽക്കാലികം മാത്രമാണ്, ഒരു ക്ഷോഭം മാത്രമാണ്. ഇതൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല. കാരണം താൽക്കാലികമായ ക്ഷോഭത്തിന് എന്തും വിളിച്ച് പറയാൻ പേടിയില്ലാത്തവരാണ്. ധൈര്യസമേതം പറയാൻ ഏത് സത്യവും പച്ചയായിട്ട് വിളിച്ച് പറയാം. ഇത് സത്യമാണെന്നല്ല. അദ്ദേഹം ഇപ്പോൾ പി.സി. ജോർജിനെ ദേശീയ കൗൺസിലിലേക്ക് അദ്ദേഹത്തിനെ അംഗമായിട്ട് എടുത്തിട്ടുണ്ട്. BDJS-ൽ നിന്ന് ആരെയും അങ്ങനെ ഒരു സ്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇതെന്താണ്? BDJS ആണ്. അതിൻ്റെ ദേശീയ കൗൺസിലിലേക്ക് എടുക്കാൻ പറ്റൂ, അത് അവരെടുക്കണം. BJPക്ക് എടുക്കാൻ പറ്റില്ല. BJPയുടെ ദേശീയ കൗൺസിൽ BJPയിലുള്ളവർക്ക് എടുക്കാൻ പറ്റും. അതിന് അസൂയപ്പെട്ടിട്ടൊരു കാര്യവുമില്ല വെള്ളാപ്പള്ളി നടേശൻ. ഒന്നാമത്തെ കാര്യം. പിന്നെ ഇദ്ദേഹം തന്നെയാണല്ലോ, രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹം തന്നെയാണല്ലോ പറയുന്നത്. പി.സി. ജോർജ് അല്ല പറഞ്ഞത്. നായർ മുതൽ നസ്രാണി നായരല്ല, ക്ഷമിക്കണം, നായാടി മുതൽ നസ്രാണി വരെ ഐക്യം വേണം. ഐക്യമാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യം. കാരണം ഉള്ള ആനുകൂല്യങ്ങളെല്ലാം ഒരു ന്യൂനപക്ഷ സമുദായത്തിന് മാത്രം വാരി കൊടുക്കുക. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം. കർണാടകത്തിലും അതെ, ഹിമാചൽ പ്രദേശും അതെ, ആഗോളമല്ല, ആസേതു ഹിമാചലം അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. എല്ലാവർക്കും അറിയാം. പ്രീണനം, ആ പ്രീണനമായിരുന്നു കോൺഗ്രസിൻ്റെ ബലം. ആ പ്രീണനമാണ് സമാജ്വാദി പാർട്ടിയുടെ ബലം. ആ പ്രീണനം തന്നെയാണ് ഇപ്പോൾ CPM-ൻ്റെയും ബലം. ബംഗാളിൽ നാം കാണുന്നുണ്ട്. ബംഗാളിൽ അതെ, ബംഗാളിന് അതിനുമപ്പുറം അതിർത്തി കടന്നുള്ള ഇസ്ലാമിക പ്രീണനം അതും നടക്കുന്നുണ്ട്. മമതാ ബാനർജി അതൊരു കച്ചവടമാക്കി കൊണ്ട് നടക്കുക ചില പാർട്ടികൾ. കച്ചവടം, വോട്ട് ബാങ്ക് രാഷ്ട്രീയം. അപ്പോൾ ഇതെല്ലാം തിരിച്ചറിയാവുന്ന ആൾക്കാരാണ്. ഈഴവരെയും ക്രിസ്ത്യാനികളെയും എല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് വലിയൊരു ജഗർനോട്ട് പോലെ അതിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. അതെല്ലാവരും കാണുന്നുമുണ്ട്. എല്ലാ രംഗങ്ങളിലും ഞാൻ വളരെ അഭിമാനിക്കുന്ന ആളുമാണ്. ഇന്ത്യയിൽ ഇസ്ലാമിന് ഏറ്റവും അധികം മുന്നേറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വ്യവസായ രംഗത്തായാലും കച്ചവട രംഗത്തായാലും വിദ്യാഭ്യാസത്തിൻ്റെ രംഗത്തായാലും എല്ലാം അവർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഏറ്റവും നന്നായി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ഡെമോഗ്രാഫിക് ഡെൻസിറ്റിയുടെ കാര്യത്തിലാണ്, പോപ്പുലേഷൻ വർധനയുടെ കാര്യത്തിലാണ്. എല്ലാ സ്ഥലത്തേക്കും ഒരു പക്ഷേ ഇവിടെ മുസ്ലിങ്ങളിലെ തവളയല്ല കുളം എന്ന് പറഞ്ഞിരുന്ന പ്രദേശങ്ങളെല്ലാം തവളകൾ കൊണ്ട് സമൃദ്ധമാവുന്ന പോലെ ഞാൻ സന്തോഷിക്കുന്ന ആളാണ്. ഈ കേരളത്തിൽ മുഴുവൻ അവരുടെ സാന്നിധ്യം വൻതോതിൽ നമുക്ക് അറിയാം. തീരദേശങ്ങളിൽ മുഴുവൻ, അതുപോലെ തന്നെ മധ്യ കേരളത്തിൽ മുഴുവൻ, നെയ്തൽ, തിണ, അതുപോലെ തന്നെ മല എന്നുള്ളതാണല്ലോ നമ്മൾ ഇതിനെ വിഭജിക്കുന്നത്. അതായത് പർവ്വതം, സമതലം, തീരം, എല്ലാ സ്ഥലത്തും അവരുടെ സാർവത്രികമായിട്ടുള്ളൊരു വ്യാപനം ഉണ്ടായിരുന്നു. വളരെ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പ്രഷറിൽ മറ്റു സമുദായങ്ങൾക്ക് ഇതിനോട് കിടപിടിക്കാൻ കഴിയാത്തതുകൊണ്ട് പലതും തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. ഏറ്റവും സ്പഷ്ടമായ ഉദാഹരണം എന്ന് പറഞ്ഞാൽ എറണാകുളത്തുള്ള ഹോട്ടലുകൾ. ഒരു കാലത്തെല്ലാം നമ്മളതിൽ മതം കാണുന്നത് തീരെ ശരിയല്ല എങ്കിൽ തന്നെയും നമുക്ക് ഈ ഡെമോഗ്രാഫി എന്ന് പറയുന്നത് ഡെമോക്രസിയുമായിട്ട് വളരെ ബന്ധമുള്ള ഒന്നായതുകൊണ്ട് ആ തരത്തിലാണ് വോട്ട് വരുന്നത് എന്നുള്ളതുകൊണ്ടും അവിടെ നോക്കുമ്പോൾ ഇപ്പോൾ എല്ലാം ഇസ്ലാം മതത്തിൽപ്പെട്ട ആൾക്കാരുടെ കാര്യമില്ല. അതൊരു തെറ്റൊന്നുമല്ല. നല്ല സ്വാദായിട്ട് ഏറ്റവും ഇക്കണോമിക്കായിട്ടുള്ള വിലയ്ക്ക് കൊടുക്കാൻ അവരെ കൊണ്ട് കഴിയുന്നു. അവരുടെ ഒരു കഴിവാണത്. നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നു, ലാഭം വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു. ചില സമുദായങ്ങളിൽപ്പെട്ട ആൾക്കാരൊരു കട തുടങ്ങിയാൽ 2 ദിവസം ഓടും, പിന്നെ അവന് വേണ്ടാന്ന് വെച്ച് മടുത്തു പോകും. കഴിയില്ല അധ്വാനിക്കാൻ, ക്ഷമിക്കാൻ കഴിയില്ല, നല്ലതുണ്ടാക്കി കൊടുക്കാൻ കഴിയില്ല, അധ്വാനിക്കാനും കഴിയില്ല. ഇതിൻ്റെ പ്രശ്നമുണ്ട്. അതിൻ്റെ ഒരു ആർട്ട് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് അവർക്കില്ല എന്നുള്ളതാണ് പ്രശ്നം. തട്ടുകടകളിൽ പോലും അവരുടെ വമ്പിച്ച സ്വാധീനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ജോർജ് കുര്യൻ പറയുന്നത് ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ ഏറ്റവും സുരക്ഷിതരായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അഖില ലോക മുസ്ലിം ലീഗിൻ്റെ ഇന്ത്യ മുസ്ലിം ലീഗ് അല്ല കേട്ടോ, അഖില ലോക മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ ഇന്ത്യയിൽ വന്നപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്. ഒരു തരത്തിലുള്ള ഭീഷണിയും ഇല്ലാത്ത രീതിയിലാണ്. പിന്നെ ചിലതിനെയൊക്കെ അങ്ങ് വലിയ ഭൂതക്കണ്ണാടിയിൽ കൂടി കണ്ട് അങ്ങ് വഷളാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഇതിനു വേണ്ടി ഈ വോട്ട് ബാങ്ക് കിട്ടാൻ ഈ പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഫലമായിട്ട് പറഞ്ഞുണ്ടാക്കുന്നത് മാത്രമേ ഉള്ളൂ വാസ്തവത്തിൽ. അത്രയേ ഉള്ളൂ സംഭവം.
അത് മറ്റേ അടി കൊടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും, ഒരേ പക്ഷം മാത്രം പറയും. അതാണ് ഇപ്പോൾ ഗുജറാത്തിലുമൊക്കെ സംഭവിച്ചത്. അപ്പോട്ടെ, അതൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും ഇനിയുള്ള കാലത്ത്, അത് മാറാനൊന്നും പോകുന്നില്ല. പക്ഷേ ഇവിടെ ലവ് ജിഹാദിനെ കുറിച്ചാണ് അടുത്ത പരാമർശം. ലവ് ജിഹാദ് എന്ന് പറയുന്നത് BJP-യെ പ്രീതിപ്പെടുത്താൻ വേണ്ടി. അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും. അതല്ല പ്രധാനപ്പെട്ട, അല്ല പറയട്ടെ, VS അച്യുതാനന്ദനും അങ്ങനെ തന്നെ ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് BJP-യെ പ്രീണനം ലക്ഷ്യമാക്കിക്കൊണ്ടാണോ പറഞ്ഞത്? വളരെ വാചാലമായിട്ടും ധൈര്യമായിട്ടും VS-നെ, ഈ വെള്ളാപ്പള്ളി നടേശനെ പോലെ ധൈര്യമായിട്ട് പറയാൻ കഴിവുണ്ടായിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് VS. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞല്ലോ, ലവ് ജിഹാദ് എന്ന് പറയുന്ന പ്രസ്ഥാനം വ്യാപകമാവുകയാണ്. മുസ്ലിം യുവാക്കൾ ഇതര മതങ്ങളിൽപ്പെട്ട കീഴവരുൾപ്പെടെ ഉള്ള ജാതികളിൽപ്പെട്ട ആൾക്കാരെയൊക്കെ പ്രീണിപ്പിച്ചുകൊണ്ട് കല്യാണം കഴിച്ചിട്ട് അവരെ ഈ തീവ്രവാദത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അവരുടെ സംഖ്യ 2047 കേരളത്തിൽ ഭൂരിപക്ഷ മതമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഒരുപക്ഷെ മുസ്ലിം സംസ്ഥാനമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു എന്ന് അച്യുതാനന്ദൻ പരസ്യമായിട്ട് ഒളിച്ചൊന്നുമല്ല പറഞ്ഞത്, മൈക്കിൽ കൂടെയാണ് പറഞ്ഞത്. CPM-കാർക്കും അതിനെക്കുറിച്ച് ഓർമ്മയില്ലെന്ന് തോന്നുന്നു, അവർ മറന്നുപോയി തോന്നുന്നു. ഇത് BJP-കാരല്ല ഇത് പലതവണ പറഞ്ഞിട്ടുണ്ടല്ലോ. വെള്ളാപ്പള്ളി പറയുമ്പോൾ ശരിയും PC ജോർജ് പറയുമ്പോൾ തെറ്റുമാകുന്നത് എങ്ങനെയാണ്? അതെ, ആ VS-ന് BJP കമ്മ്യൂണിസ്റ്റുകാരുടെയും പിണറായിയുടെയും പക്ഷം പറയുന്നു. ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ട ആളായിട്ടുള്ള VS-നെ തന്നെ തള്ളി പറഞ്ഞിട്ടുണ്ട് ഈ പിണറായി വിജയൻ. എന്തുകൊണ്ട്? അദ്ദേഹം ഉയർന്നു വരാൻ സമ്മതിക്കത്തില്ല. കാര്യം എന്താ? വെള്ളാപ്പള്ളിയുടെ കള്ളം പിടിക്കും. മൈക്രോ ഫൈനാൻസിൽ നിന്ന് രക്ഷിച്ചതാരാ അദ്ദേഹത്തെ? പിണറായി വിജയന്. അതിൻ്റെ ഉപകാരസ്മരണയല്ലേ വെള്ളാപ്പള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതും എല്ലാവർക്കും അറിയാം, ഇതെല്ലാം പ്രായോഗിക രാഷ്ട്രീയമാണ്. അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും കൂടുതൽ ആദർശവാദങ്ങളൊന്നും വെള്ളാപ്പള്ളി പറയണ്ട. പക്ഷേ വെള്ളാപ്പള്ളി പറഞ്ഞ ഉള്ളുകൊള്ളുന്ന ഒരു സത്യമുണ്ട്. ഇന്നത്തെ കാലത്ത് നിലനിൽക്കണമെങ്കിൽ ഈഴവ സമുദായം ഉൾപ്പെടെ ഒറ്റയ്ക്ക് നിലനിൽക്കാൻ പറ്റില്ല, ഐക്യം വേണം. ഐക്യം നായാടി മുതൽ നസ്രാണി വരെ പ്രാസം ഒപ്പിച്ച് പറഞ്ഞതുപോലെ ആ നിലയിൽ നിലനിൽക്കണം. അല്ല നായരുമായിട്ട് ഐക്യം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. നായാടി മുതൽ നസ്രാണി വരെയുള്ളവരെ ഒരുമിപ്പിച്ചുകൊണ്ട് നിന്നേ പറ്റൂ. കാരണം എന്താണെന്ന് വെച്ചാൽ കർണാടകയിൽ കണ്ടില്ലേ, പിന്നാക്കക്കാരുടെ അല്ലല്ല പ്രധാന പോയിന്റ്, പിന്നാക്കക്കാരുടെ 4% സംവരണം എടുത്തിട്ട് ഒരു പ്രത്യേക മതവിഭാഗം, അതിനകത്ത് ബുദ്ധിസ്റ്റുകളില്ല, അവർ ന്യൂനപക്ഷമാണ്. അതിനകത്ത് ജൈനരില്ല, പാഴ്സികളില്ല. ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ കൂറ് കാണിക്കുന്ന പാഴ്സികളില്ല അതിൽ. അന്യരാജ്യത്തൊന്നും വന്നിട്ട് അവരെ ഒന്നും ഉൾപ്പെടുത്താത്ത തരത്തിലുള്ള കുറേ വോട്ടുകൾ ഉള്ള ഒരു പ്രത്യേക ന്യൂനപക്ഷത്തിന് മാത്രം കൊടുക്കുന്നത് കള്ളക്കളി അല്ലെങ്കിൽ പിന്നെ എന്താണ്? വെള്ളാപ്പള്ളി അത് മനസ്സിലാക്കണം. അല്ല ജോർജിനെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. ജോർജ് പറയുന്നത് സത്യമാണ്. BJP-യെ ആരെയെങ്കിലും പ്രീതിപ്പെടുത്താൻ എന്തെങ്കിലും പറയുന്നതല്ല. BJP തെറ്റ് കാണിച്ചാൽ പോടാതിൻ്റെ പാട്ടിൽ നിന്നും പറഞ്ഞ് ഇറങ്ങിപ്പോവും. അങ്ങനെ ഒരുപാട് പാർട്ടികളുടെ പടി ഇറങ്ങിപ്പോയിട്ടുള്ള ആളാണ്. വെള്ളാപ്പള്ളിയെ പോലെ തന്നെ ധീരനുമാണ്. അത് ഒരു പക്ഷേ അതിനേക്കാൾ ഒരു പടി കൂടി ധീരനായിട്ടുള്ള ആളാണ്. അദ്ദേഹം കള്ളും ഒന്നും കഴിക്കുന്ന ആളല്ല. പക്ഷേ കപ്പയും ഇറച്ചിയും തിന്നുന്നതിൻ്റെ ഒരു നട്ടല് ബലം, എല്ലുബലവും ഒക്കെ ഉള്ള ആളുമാണ്. അതുകൊണ്ട് വെള്ളാപ്പള്ളി ഈ കാര്യങ്ങളും വെള്ളാപ്പള്ളി പറയുന്ന PC ജോർജ് വന്നെന്ന് പറഞ്ഞ് ഈ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് ആരും BJP-യിലേക്ക് എത്തില്ല, ഇപ്പോൾ ആകെ എത്തിയത് അദ്ദേഹത്തിൻ്റെ മകൻ മാത്രമെന്നാണ് പറയുന്നത്. പിന്നെ തൃശ്ശൂരിൽ ജയിച്ചതെങ്ങനെ? ക്രൈസ്തവർക്കിടയിൽ നല്ലൊരു മനോഭാവം വരുന്നുണ്ട് BJP-ക്ക് അനുകൂലമായിട്ട്. അത് പിന്നെ CPM-നെ വല്ലാതെ ഭയപ്പെടുത്തുന്നുമുണ്ട്. അത് തകർക്കാൻ വേണ്ടി പലതും പറയുന്നുണ്ട്. ചെറിയ ചെറിയ സംഘർഷങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ കാലത്തുണ്ടായതിൻ്റെ 10-1 പോലും ഇപ്പോൾ ഉണ്ടാവുന്നില്ല. അതിനെയൊക്കെ മതസ്പർദ്ധകളായിട്ടും BJP-യുടെ ന്യൂനപക്ഷ വിരുദ്ധതയുമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടുള്ള നറേറ്റീവുകളും ക്യാപ്സ്യൂളുകളും ടൂൾസും ഒക്കെ ധാരാളമായിട്ട് പുറപ്പെടുവിക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊന്നും ഇവിടെ വിലപ്പോകുന്ന കാര്യങ്ങളല്ല. ആ വാദഗതികളൊക്കെ പറയുമ്പോൾ വെള്ളാപ്പള്ളി അദ്ദേഹത്തിൻ്റെ ആർജവത്തിൽ നിന്ന് അകന്നു മാറുകയാണ് ചെയ്യുന്നത്. ഇത് പെട്ടെന്നുണ്ടായ ദേഷ്യം കൊണ്ട് പറയുന്നതായിരിക്കും. പെട്ടെന്ന് തന്നെ ഇത് ഇനി അടങ്ങുകയും ചെയ്യും. BJP ഇടപെടുമോ? പ്രത്യേകിച്ച് രാജീവ് രണ്ടുപേരും BJP-ക്ക് പ്രധാനപ്പെട്ടവരാണല്ലോ. അതേ പറഞ്ഞു, ഇതൊരു സംഘർഷത്തിലേക്ക് പോവില്ല. പെട്ടെന്ന് തന്നെ പറഞ്ഞങ്ങ് അവസാനിപ്പിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറഞ്ഞു ഇല്ല, കള്ളുകടയിൽ കയറി ഇരുന്ന സുഹൃത്തുക്കൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുമല്ലോ. ധാരാളം ബാറുകളും ഉള്ള ആളാണല്ലോ വെള്ളാപ്പള്ളി. മദ്യം വിഷമാണെന്നൊക്കെ അദ്ദേഹം അങ്ങനെയാണല്ലോ പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇതിപ്പോൾ അങ്ങ് തീരും. കാരണം മുന്നോട്ട് അങ്ങനെ പോകാൻ പറ്റില്ല. പോയി കഴിഞ്ഞാൽ രണ്ട് കൂട്ടരുടെയും നാശമായിരിക്കും സംഭവിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റുകയില്ല. ഒരുമിച്ച് തന്നെ നിൽക്കണം, അല്ലെങ്കിൽ നിൽക്കക്കള്ളിയില്ല.